ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി വീട്ടിലേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടി. പെൺകുട്ടിയുടെ വീട്ടിൽ യുവാക്കൾ എത്തുന്നതിനെതിരെ നേരത്തെയും നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ക്രൂരമർദ്ദനത്തിനിരയായ പെൺകുട്ടി ഗുരുതരാവസ്ഥയിലാണിപ്പോൾ. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെ ആയിപ്പോയി. അത് തർക്കമില്ലാത്ത കാര്യമാണ്. നേരത്തെ ഇവിടെ വരുന്ന ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്ന കക്ഷിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നേരത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ആളുകൾ വരികയും അതിൽ നമ്മുടെ പരിസരവാസിയായിട്ടുള്ള ഒരു പയ്യനെ രാത്രി വന്നപ്പോൾ വണ്ടി ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ വട്ടം വെച്ചു വണ്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും അപ്പോൾ ഇവർ 20 പേരടങ്ങുന്ന കുടുംബക്കാർ 20 കുടുംബങ്ങൾ ഒന്നിച്ച് ഒരു മാസ് പെറ്റീഷനായിട്ട് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു മാസം ആകാൻ പോകണമെന്ന് തോന്നുന്നു. പോലീസ് കാര്യമായിട്ട് ഒരു പരിശോധന എന്തെങ്കിലും നടത്തിയിരുന്നു? അവര് പരിശോധന നടത്തുന്നുണ്ടെന്നും അവരിവിടെ ഇടക്ക് വരാറുണ്ട്. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ പോലീസ് വരും. കണ്ടെത്തിയിട്ടില്ല. അവര് പയ്യൻ എത്തുമ്പോൾ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. അപ്പൊ ഇവര് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒറ്റ ലുക്കിൽ നമുക്കൊരു ഫീൽ അങ്ങനെ വരാറുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ. ഈ യുവാവ് 10:15 വീട്ടിലേക്ക് വരുന്ന CCTV ദൃശ്യങ്ങളാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങളാണ്. ഇയാളെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിക്രൂര മർദ്ദനം ഈ പെൺകുട്ടിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ പോലീസിൽ നിന്നും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ശരീരത്തിന് കീഴ്ഭാഗത്തേക്ക് അതിരൂക്ഷമായ മർദ്ദനം നടത്തിയിട്ടുണ്ട്. ഇയാൾ ഈ പെൺകുട്ടിയെ കയറിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചോ എന്നൊരു കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. കുട്ടിയുടെ കഴുത്തിൽ കയറുണ്ടായിരുന്നു. അത് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ അല്ലെങ്കിൽ ഇയാൾ കുരുക്കിയതാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. 4 മണിയോടുകൂടി ഇയാൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. കുട്ടി മരിച്ചു എന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പിലാണ് ഇയാൾ പുറത്തേക്ക് പോയത്. പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഈ പ്രദേശത്ത് സ്ഥിരമായി ഈ വീട്ടിൽ വരുന്ന ആളായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ വീട്ടുകാരടക്കം ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വണ്ടി വട്ടം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ പരിശോധിച്ച ശേഷം ഈ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പ്രദേശവാസികൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കൂടുതൽ ഇയാൾ തിരിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഈ വീട്ടിൽ അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന നടത്തും. ഈ പെൺകുട്ടി പോക്സോ അതിജീവിതയായതുകൊണ്ട് തന്നെ സ്ഥലത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി മറ്റ് തെളിവുകൾ സമാഹരിക്കാനുള്ള ഇടങ്ങളിലേക്ക് പോകും. ഇതിലേതെങ്കിലും തരത്തിൽ ആസൂത്രണം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടിയുടെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അവർ ഈ കുട്ടിയുമായി വഴക്കിട്ട് 2 ആഴ്ച മുമ്പ് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. യഥാർത്ഥ പോക്സോ അതിജീവിത കൂടിയായി പെൺകുട്ടി ഭിന്നശേഷിക്കാരിയാണ് എന്നുള്ളത് ഈ കുറ്റകൃത്യത്തിന്റെ തീവ്രത കൂട്ടുന്നു എന്ന കാര്യം കൂടി പ്രേക്ഷകർ അറിയുക.